മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സിനിമ തന്നെയാണ് വൈശാലി. എന്തിനു പറയുന്നു, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പോലും കണ്ടിരുന്ന ഒരു സിനിമ എന്നുപോലും നമുക്ക് പറയാൻ പറ്റും വൈശാലിയെക്കുറിച്ച്. ഇപ്പോഴിതാ വൈശാലി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ നായികി കുറേയധികം വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു ശില പോലെയുള്ള ഒരു രൂപം, സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപമെന്ന ആരാധകർ വിശേഷിപ്പിച്ച വൈശാലിയിലെ നായിക പിന്നീട് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലും അതേ സൗന്ദര്യം ആരാധകരെ ആ സിനിമയിലേക്ക് പിടിച്ചിരുത്തിയിട്ടുണ്ട്. വൈശാലിയിലെ വൈശാലിയായി ഞാൻ ഗന്ധർവനിലെ ഭാവയായും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ താരം ഇപ്പോൾ എവിടെയാണ് എന്ന അന്വേഷണത്തിൽ പ്രേക്ഷകർക്ക് കിട്ടിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് എന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് മുൻപ് റിമി ടോമി അവതരിപ്പിച്ച 1-1-3 എന്നതിൽ സീസൺ 3 വന്നിരുന്ന താരത്തെ ഇപ്പോഴും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്. ഇതിനിടയിൽ എങ്ങോട്ട് പോയി എന്നാണ് പ്രേക്ഷകരുടെ മറുചോദ്യം. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന താരമല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ് താരത്തിനോട്. വൈശാലിയിൽ ഋഷ്യശൃംഖരായി എത്തിയ നടനും സുപർണയുടെ മുൻ ഭർത്താവുമായ സഞ്ജയ് മിത്ര ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സുപർണയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഞങ്ങളാണെങ്കിൽ ഈ പ്രായം എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല പ്രായമായതുപോലെ തോന്നിയേനെ, താരത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല എന്ന ആരാധകർ നിസ്സംശയം താരത്തിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ട്. ആരാധകർ നിമിഷത്തിനകം തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിനെ അങ്ങനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ താരം വയസ്സായി എന്ന് പറയാൻ പോലും നമുക്ക് ആകുന്നില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റവാക്കിൽ ഇപ്പോൾ നടിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരെയും ആകർഷിക്കുന്ന തരത്തിലെ രീതിയാണ് എപ്പോഴും ഉള്ളത്. നമ്മുടെ വൈശാലി എന്ന് പറഞ്ഞ് നിരവധി കമന്റുകൾ ഇപ്പോൾ അതിന് താഴെ വരുന്നുണ്ട്. 90s കിഡ്സിന്റെ ഒരു കാലത്തെ രോമാഞ്ചം തന്നെയായിരുന്നു വൈശാലിയായി അഭിനയിച്ച ഈ നടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം താരത്തിന്റെ ചിത്രങ്ങൾ വൈറലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുപർണ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ്. ബാലതാരമായി അഭിനയ രംഗത്തെത്തിയ താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുപർണ. അതിനുശേഷം മലയാളികളുടെ പ്രിയങ്കരിയായി മാറാൻ അധിക ചിത്രങ്ങളൊന്നും സുപർണയ്ക്ക് വേണ്ടി വന്നില്ല. ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമൊക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് വൈശാലി. വൈശാലിക്ക് ഞാൻ ഗന്ധർവനും പുറമെ വിറ്റ്നസ്, ഉത്തരം, നഗരങ്ങളിൽ നിന്ന് നാപ്പാർക്കാം പോലുള്ള സിനിമകളും രൂപകൽപ്പന ചെയ്തതും സുപർണ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. 1997 സഞ്ജയ് മിത്രയെ, അതായത് വൈശാലിയിലെ ഋഷ്യശൃംഖനെ വിവാഹം കഴിച്ചു. വിവാഹം ചെയ്തതിനു ശേഷം സുപർണ അഭിനയം നിർത്തുകയായിരുന്നു. അഭിനയത്തിൽ നിന്ന് മാറി പിന്നീട് 2 മക്കളുടെ അമ്മയായി സുഖജീവിതമായി വീട്ടമ്മയുടെ ജീവിതത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. 2008 പരസ്പരം ഒത്തുപോകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇരുവരും തമ്മിൽ വേർപെടുത്തി. പക്ഷേ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തന്നെ അവർ കഴിയുന്നു എന്നതാണ് ഒരു യഥാർത്ഥ വശം. രണ്ടുപേരും പിന്നീട് ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. 2010 രാജേഷ് സൽവാനി എന്ന ഡൽഹി ബേസ്ഡ് ബിസിനസ്സുകാരനുമായി സുവർണയുടെ വിവാഹം കഴിഞ്ഞു. ആദ്യ ബന്ധത്തിലെ 2 കുട്ടികൾ ഇപ്പോൾ സുവർണയ്ക്കൊപ്പം തന്നെയാണ്. അടിപൊളി ജീവിതവുമായി മുൻപോട്ട് പോവുകയാണ്. വല്ലപ്പോഴും മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ താരം സജീവമായി എത്തുന്നതെന്നും ഇപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈശാലി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.